എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. സൺഡേ മോർണിംഗിലേക്ക് സ്വാഗതം. സോ നമ്മൾ നോക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മളെ മാർക്കറ്റ് എങ്ങനെയാണ് പ്ലേ ചെയ്തത്, ഈ ആഴ്ചയിൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ബേസ്ഡ് ഓൺ പ്രീവിയസ് വീക്കും, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ട്രേഡിങ്ങിൽ ഇനി കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതും എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു പ്യുവർലി എന്തുവാണ് നമ്മുടെ ഒരു അപ്രോച്ചബിൾ പ്ലാനിനെ കുറിച്ചായിരിക്കും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓവറാൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയെ കുറിച്ച് പറയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇതിനൊന്ന് ഞാൻ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റാം. സോ ഒരൊറ്റ മിനിറ്റ്. ഇത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു സ്ട്രക്ചർ ആയിരുന്നു. സോ നമ്മളെ സംബന്ധിച്ച് മൺഡേ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് പ്രീവിയസ് ഫ്രൈഡേയിൽ ഒരു നല്ലൊരു അപ്സൈഡ് ഓർമ്മയുണ്ടോ? ഞാൻ ഓൺ ലീവ് ആയ ദിവസമായിരുന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഫ്രൈഡേയിൽ കാണിച്ചായിരുന്നു. ഒരു ഷോർട്ട് കവറിംഗ് റാലിയൊക്കെ വന്നിട്ട് മാർക്കറ്റ് 24,300 ഭാഗത്തേക്കാണ് മാർക്കറ്റ് 364ന്റെ ഭാഗത്തൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം തിരിച്ച് പിറ്റേ ദിവസം മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി തുടങ്ങി. ആ ഇറക്കം താഴേക്ക് ഇറങ്ങി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേയിൽ ചെറിയൊരു ബുള്ളിഷ് റാലി കാണിച്ചെങ്കിൽ കൂടി ഓവറാൾ സ്ട്രക്ചറിൽ നോക്കുന്ന സമയത്ത് നമ്മളെ മാർക്കറ്റ് ഒരു ട്രെൻഡ് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. വീക്കിലി സ്ട്രക്ചറിൽ നിഫ്റ്റിയെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ട്രെൻഡ് ഡൗൺ എന്ന രീതിയിൽ തന്നെ ഞാൻ പറയും. കാരണം നിഫ്റ്റി അത്രയ്ക്ക് അങ്ങോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. പ്യുവർലി ഒരു ട്രെൻഡ് ഡൗൺ ആയ ഒരു സ്ട്രക്ചർ ആയിരുന്നു ഈ കഴിഞ്ഞു പോയ വീക്കിൽ. നിങ്ങൾ നോക്കിയാൽ ഞാൻ ഒന്ന് അൺമർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഇതാണ് നമ്മുടെ വീക്കിന്റെ സ്ട്രക്ചറിൽ ഒരു പ്യുവർലി ട്രെൻഡ് ഡൗൺ ആയ ഒരു വീക്കാണ്. പ്ലസ് നമ്മുടെ വീക്കിലി പി ഒ സി നിൽക്കുന്നത് 24,180 ഭാഗത്താണ് മാർക്കറ്റ് സ്ട്രക്ചർ നിൽക്കുന്നത്. അപ്പൊ ഈ വരാൻ പോകുന്ന അടുത്ത ആഴ്ച ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മന്ത്ലി എക്സ്പയറി ആണ് വരുന്നത്. സോ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു വീക്കിലി സ്ട്രക്ചറിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഡൗൺ വിത്ത് അത്രയ്ക്ക് സ്പൈക്ക് ഒന്നുമില്ല, എന്നാൽ ഒരു റേഞ്ചിനകത്ത് തന്നെ കിടന്ന് ട്രെൻഡ് ഡൗൺ ആണ്. ഈ ഒരു കഴിഞ്ഞ വീക്കിന്റെ ഈ ഒരു ലോ ലെവലിന്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ ക്ലോസിംഗ് ഒരു ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ്. ഡേഞ്ചറസ് ക്ലോസിംഗ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് പ്യുവർലി നമ്മളെ 23,800 മുകളിൽ അവൻ ക്ലോസ് ചെയ്തെങ്കിൽ കൂടി ഈ നമ്മൾ പറയില്ലേ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയും പോലെ ഒരു ബ്രിമ്മിലാണ് നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ 23,800 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയക്ക് താഴെ മാർക്കറ്റ് ഇറങ്ങി ഈ 12 ജൂണിന്റെ വാല്യൂ സിംഗിൾ പ്രിന്റിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയ എല്ലിന്റെ 23,631ന്റെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് ആശാൻ ഒന്ന് പോസിറ്റീവായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ വീക്കിലി സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ ട്രെൻഡിങ് ഡൗൺ ആയ സ്ട്രക്ചറാണ് മാർക്കറ്റ്. അവൻ ക്ലോസ് ചെയ്തേക്കുന്നത് വീക്കിലി വാല്യൂ ഏരിയ ലോയുടെ താഴെയാണ്. സോ എപ്പോഴും ഒരു ക്ലോസ് വാല്യൂ ഏരിയക്ക് അകത്തായാൽ മാത്രമേ നമ്മളൊരു ബാലൻസ്ഡ് ക്ലോസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ക്ലോസ് അല്ല എന്നൊരു മാർക്കറ്റ് പ്രൊഫൈലിൽ പറയാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ക്ലോസ് വന്നേക്കുന്നത് വാല്യൂ ഏരിയ ലോയുടെ താഴെ ആയതുകൊണ്ട് എക്സ്ട്രീം അല്ല, എന്നിരുന്നാൽ കൂടി അതൊരു നമ്മൾ പറയല്ലേ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, ഒരു ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ 24,850 അല്ല, പകരം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ കാണുന്നുണ്ടോ ഈ 24,850 തൊട്ട് 940 23,940 മുകളിൽ നിഫ്റ്റി ക്രോസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡേഞ്ചറസ് സോണിൽ നിന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി പോവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. സോ ഇല്ല എങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വീണ്ടും ഒരു ബെയറിഷ് ആയിട്ട് വരും. ദിസ് ടൈം നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെ 8 ജൂൺ അതായത് നമ്മളെ 12th ജൂൺ നമ്മളെ ഫ്രൈഡേയിൽ മാർക്കറ്റ് ഒരു സ്പൈക്കോട് കൂടി ഒരു ട്രെൻഡ് ചേഞ്ച് തന്ന് നമ്മളെ ഡീല് സൈൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ട്രേഡിലെ വാർ ഡീൽ പീസ് ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞ ആ ഒരു വീക്കിന്റെ സിംഗിൾ പ്രിൻസ് വിത്ത് പി ഒ സി ഫില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം നിഫ്റ്റി നടത്തും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ആദ്യം അതിനുവേണ്ടി 23,631 എന്ന് പറഞ്ഞ 630 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയ പൊട്ടിക്കഴിഞ്ഞാൽ ഇവഞ്ച്വലി നമ്മൾ ഈ പറഞ്ഞ 23,220ന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 23,880 ഞാൻ പറഞ്ഞു 23,880 ആയിരുന്നു നമ്മുടെ തേഴ്സ്ഡേ ഉള്ള ഒരു ഡൗൺവേർഡ് സ്റ്റൈൽ ഓർമ്മയുണ്ടല്ലോ. അത് പൊട്ടി മാക താഴേക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി. അപ്പൊ 23,880 എന്ന് പറഞ്ഞ ആ ഒരു തേഴ്സ്ഡേയുടെ ലോവ.
അതിന് താഴെ മാർക്കറ്റ്, അതിന് മുകളിലോട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ തേഴ്സ്ഡേയുടെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻ്റർ ആവും. തേഴ്സ്ഡേയുടെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻ്റർ ആയിട്ട് ആശാൻ എങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ ഈ ഒരു കണ്ടോ 23,850 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 23,980 24,000 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 23,880 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് 24,000 24,072 ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ നമുക്ക് ഇന്നലെ നമ്മുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 23,880 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 23,940 980 24,070 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തി ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നു ഞാൻ പറഞ്ഞത്. ഇത് ഒരു സ്ട്രക്ചർ അങ്ങനത്തെ രീതിയിലാണ് മാർക്കറ്റ് ബിൽഡ് ചെയ്ത് വരുന്നത്. സോ ഇവൻച്വലി നമ്മൾ ഒരു നമ്മുടെ ആസ് പെർ ദ വീക്ക്ലി ക്ലോസിംഗ് ബേസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബേറിഷ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിലുള്ളത്. അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് കണ്ടോ, ഈ ഒരു ബെൽറ്റ് നമ്മൾ പൊട്ടിയായിരുന്നു 9 ജൂലൈ തൊട്ട് പറയുകയാണെങ്കിൽ 21 ജൂലൈ വരെയുള്ള ഒരു റേഞ്ചിന്റെ ബെൽറ്റിന്റെ വാല്യൂ ഏരിയ ലോ പൊട്ടിയിട്ടാണ് നമ്മൾ ബുധനാഴ്ച ക്ലോസ് ചെയ്തത്. ആ വാല്യൂ ഏരിയ ലോയ്ക്ക് താഴെയാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത്. ഇന്നലെ മാത്രം ഫ്രൈഡേ വേണമെങ്കിൽ പറയാം, ഈ തേഴ്സ്ഡേയുടെ വാല്യൂ ഏരിയയുടെ മുകളിൽ വേണമെങ്കിൽ അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ നമ്മൾ ഇത് ഡൗൺവേർഡ് തലേദിവസം ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തെങ്കിൽ കൂടെ നമ്മളെ സംബന്ധിച്ച് ദിസ് ഇസ് ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. കാരണം ഈ 23,630 ഭാഗത്ത് ഒരു ബുള്ളിഷ് മൊമെന്റ് മാർക്കറ്റിൽ കണ്ടു, അത് ആക്റ്റീവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നമുക്ക് നോക്കേണ്ടത് അടുത്ത ആഴ്ചത്തെ രണ്ട് ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ 23,630 നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്. അതിന് താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളുക 23,400 23,200 ഭാഗത്തേക്ക് നിഫ്റ്റി ഇവൻച്വലി വിത്തിൻ എ വീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന്, നാളെ മൺഡേയിൽ നമ്മൾ 23,880 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്? 24,070 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് മാർക്കറ്റിൽ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിഫ്റ്റിയുടെ ലെവലിൽ പറയുന്നത്. 24,070 മുകളിൽ മാർക്കറ്റ് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളുക 8 ജൂലൈ തൊട്ട് 21 ജൂലൈ വരെയുള്ള ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ച് ബാലൻസ് റേഞ്ചിന്റെ അകത്തുള്ള റൊട്ടേഷൻ നടക്കുക. അങ്ങനെയാണെങ്കിൽ 24,070 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് 24,180 24,264 എന്നുള്ള ഭാഗത്തേക്ക് പോകും. നമ്മുടെ മന്ത്ലി പ്രൊഫൈലിന്റെ POC നിൽക്കുന്നത് 24,186 ഭാഗത്തായതുകൊണ്ട് 24,172 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 24,186 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ആയിരിക്കും നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ കാണുന്നത്. ഈ നിഫ്റ്റി ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതാണ് എനിക്ക് ഈ കഴിഞ്ഞുപോയ വീക്കിന്റെ അനാലിസിസിൽ പറയുന്നത്. നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടി പറയാനുള്ള ഒരു വ്യൂ. രണ്ടാമത്തെ ഒരു കാര്യം നിഫ്റ്റിയിൽ ആഡ് ചെയ്യാനുള്ള കേസ് എന്ന് വെച്ചാൽ മോർണിംഗിൽ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞൂടാ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വോളിയം ആദ്യത്തെ ഒരു ക്യാൻഡലിലൊക്കെ വോളിയം വരുന്നുണ്ട്. നമ്മുടെ ഡെയിലി സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വോളിയത്തിന്റെ ഒരു എന്തുവാണ് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒറ്റ കാണിച്ചത് നമ്മൾക്ക് വോളിയം കുറഞ്ഞു വരുന്ന ഒരു പ്രതീതി കാണുന്നുണ്ട്. യൂഷ്വലി ഒരു ബിഗ് 75,000 മുകളിൽ മാർക്കറ്റിൽ വോളിയം വന്നാൽ പിന്നെ പിറ്റേ ദിവസങ്ങളിൽ മാർക്കറ്റിൽ നേരെ പകുതി വോളിയത്തിലേക്ക് പോകുന്ന പ്രവണതയ്ക്ക് പറയാം. ഇന്നലെ അതായത് തേഴ്സ്ഡേയിൽ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള വോളിയം 80,000. ഇന്ന് തിരിച്ചു കയറി മാർക്കറ്റ് എന്ത് ചെയ്തു? ഇന്നലെ ഒരു കുറച്ചും കൂടെ സാധാരണ സംഭവിക്കുന്നതിനെക്കാട്ടും കുറച്ചെങ്കിലും വോളിയം ഇന്നലത്തേക്ക് മാർക്കറ്റിലേക്ക് അപ്രോച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് വോളിയം കുറച്ച് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് വോളിയത്തിന്റെ ഒരു ഫാക്ടർ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിലൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചു, പുതിയൊരാൾ കൊടുത്തു. സോ എന്റെ ഒരു കണക്കൂട്ടലില് ഒരു ക്യാബിനറ്റ് റീഷഫ്ലിങ്ങിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റില്. അത് പക്ഷെ ഈ മൺസൂൺ സീസൺ സമയത്ത് നടത്താൻ സാധാരണ ചെയ്യാറില്ല. കാരണം ഗവൺമെന്റ് ഈ പാർലമെന്റ് സെഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ മന്ത്രിസഭ ചേഞ്ച് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു എന്താ പറയുക ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവർ ചേഞ്ച് ചെയ്യാറില്ല. പക്ഷേ ഒന്നുകിൽ നമ്മളെ സംബന്ധിച്ച് ഈ മൺസൂൺ സെഷൻ കഴിഞ്ഞ ഉടനെ ചാൻസ് പോസിബിൾ ആണ്, ഇല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന ബ്രേക്കിന്റെ സമയത്ത് വേണമെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ചേഞ്ച് പോസിബിൾ ആയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. അത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ലെറ്റ് ഇറ്റ് കം, നമുക്ക് അപ്പം നോക്കാം. ഇപ്പം പൊതുവെ ഒരു വോളിയത്തിന്റെ ഒരു കൂടുതൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഫ്രൈഡേയുടെ ലോ, ഈ ഫ്രൈഡേയിൽ വന്ന 23,630 എന്ന് പറഞ്ഞ ആ ഒരു ലോ ഇമ്പോർട്ടന്റ് ആണ്. ആ 23,640 അത് പൊട്ടി മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഓർത്തോളുക, 23,200 എന്ന് പറഞ്ഞ ഒരു ഫിഗർ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വിത്തിൻ 2 or 3 days വരും. അത് കൃത്യമായി ഓർത്തോളൂ. അത് 400 പോയിന്റ് ആക്ഷനബിൾ ട്രേഡ് പ്ലാൻ ആണ്. അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. നാളത്തേക്കാണെങ്കിൽ ഈ വരാൻ പോകുന്ന വീക്കിൽ ട്രേഡബിൾ ആക്ഷൻസ് പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ 23,880 മുകളിൽ എന്താണ് 23,940, 23,980, 24,070 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് ട്രേഡ് ആക്ഷനബിൾ പ്ലാൻ ആയിട്ട് വരും. 24,75 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,226 വരെ, ഈവൻ അറ്റ്ലീസ്റ്റ് 24,180 വരെയെങ്കിലും പോകാനുള്ള ചാൻസ് എന്തിന് പോസിബിൾ ആണ്? നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ ആയിട്ട് പോസിബിൾ ആയ ഒരു സംഗതിയാണ് ഈ വരാൻ പോകുന്ന വീക്കിൽ പറയുന്നത്. കാരണം വന്ന റിസൾട്ടുകളൊക്കെ ഒരു 50-60% റിസൾട്ട് നല്ല പോസിറ്റീവ് റിസൾട്ട് ആണ്. സോ ഇവഞ്ച്വലി സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് മൊമെന്റം കാണുന്നുണ്ട്. അത് എത്രത്തോളം ബൈയിങ് മൊമെന്റം കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഓവറോൾ സ്ട്രക്ചർ ഈ ഒരു രീതിക്ക് പെരുമാറുന്നതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള കാര്യം. വോയിസിന് വേറെ ബ്രേക്ക് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിഫ്റ്റിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, നിഫ്റ്റിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, കേൾക്കാമോ പറയുന്നത്? എന്തായാലും പോയി ഉറങ്ങിയ ആരൊക്കെയാണല്ലോ, ഉറക്കം വരേണ്ട ആവശ്യമില്ലല്ലോ. ഇലിയാസെ കേൾക്കാലോ? വോയിസിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉഷാറാണ്, കേൾക്കാം. ഇത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മളെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം കുറച്ച് വോളിയം വരുന്നുണ്ട്. നിഫ്റ്റിയെ കാട്ടി ഒരു ആവറേജ് റേഞ്ച് വോളിയം എടുക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി കുറച്ച് വോളിയം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഓൾമോസ്റ്റ് 55,940 വരെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മളെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏതാണ് നമ്മുടെ 12th ജൂണിന്റെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് അവൻ ആൾറെഡി എൻ്റർ ആയത് എപ്പോഴാണ്? ഈ തേഴ്സ്ഡേ തന്നെ അവൻ എൻ്റർ ആയിരുന്നു. അപ്പൊ തേഴ്സ്ഡേ തന്നെ എൻ്റർ ആയത് കൊണ്ട് ഓൾമോസ്റ്റ് ആ സിംഗിൾ പ്രിന്റ് അവിടം വരെ വന്നുപോയി. അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാം 80% ജോലി അവൻ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ബാങ്ക് നിഫ്റ്റി തിരിച്ച് കയറിയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ക്ലിയർ ആവുന്നുണ്ടോ? നിഫ്റ്റിയിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടെ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ആ 80% 55,940 വരെ ഞാൻ പ്രതീക്ഷിച്ച സ്ഥാനത്ത് അവ 56,148 ഏകദേശം പറഞ്ഞാൽ 56,150 വരെ വന്നു. ഒരു 200 പോയിന്റ് ഡിഫറൻസിനകത്ത് അവൻ തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോവുകയാണ് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ അതൊരു ഞാൻ പറയും ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഫർദർ ഫോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ ഒരു വീക്കിലി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇതാണ് ബാങ്ക് നിഫ്റ്റി ചാർട്ട്. സോ മൺഡേയിൽ ഇതായിരുന്നു മാർക്കറ്റ്. ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ വീക്കിലി വന്നിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രേഡബിൾ ആക്ഷൻസ് പ്ലാന് ഫോം വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഒരു സ്റ്റിൽ റേഞ്ച് ആണ്. നിങ്ങൾ നോക്ക്, കണ്ട ഒരു റേഞ്ച് ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ അൺമെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, നമ്മുടെ ഏതാണ് ഈ മൺഡേയിൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് ആശാൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇപ്പോഴും POS നിൽക്കുന്നത് 58,030 ഭാഗത്താണ്. സോ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ ഇപ്പോഴും ഓപ്പൺ ആണ്. കാരണം ന്യൂട്രൽ എക്സ്ട്രീമിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, ഇൻസൈഡ് ദ വാല്യൂ വരെ 56,780 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് 57,033, 57,465 തൊട്ട് 650 വരെയും അതിന് മുകളിൽ കഴിഞ്ഞ ആഴ്ചത്തെ വാല്യൂ POC ആയ 58,000 വരെ ബാങ്ക് നിഫ്റ്റി പോകും. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും ഒരു ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ കിടക്കുകയാണ്. 56,800 മുകളിൽ അവൻ എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്? 58,000 വരെ, 1,200 പോയിന്റിന്റെ മൂവ്മെന്റും ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്രൽ എക്സ്ട്രീം ട്രേഡ് സെറ്റപ്പ് ആണ്. സോ ഈ ഇത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയണമെങ്കിൽ ഈ ട്രേഡിന് ഞാൻ പറയണമെങ്കിൽ 56,500 ആയിരിക്കും ഈ ട്രേഡിന് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കുന്നത്. ഇത് ടാർഗറ്റ്. ഇപ്പൊ ഒരു ഓപ്ഷൻ ബൈക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 57,000 പുട്ട് റൈറ്റ് ചെയ്യോ അല്ലെങ്കിൽ 56,000 പുട്ട് റൈറ്റ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ ഫ്യൂച്ചറിനും ചെറിയ റിസ്ക് ഉണ്ട്. 56,800 മുകളിൽ നിൽക്കുമ്പോൾ വെറും 300 പോയിന്റ് റിസ്കിൽ നമുക്ക് വേണമെങ്കിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച ഓവർനൈറ്റ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമുക്ക് ആ പോർഷൻ എടുക്കാം. എന്നും വൈകിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് വേണമെങ്കിൽ 56,500 ഞാൻ പറയുകയാണെങ്കിൽ 56,500 ഒരു പുട്ട് വാങ്ങിച്ച് വെച്ച് ഒരു ഹെഡ്ജ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ യു ക്യാൻ റൈഡ് ദ പൊസിഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? ആ ഒരു ആക്ഷനബിൾ പ്ലാന് നമ്മുടെ ഏതിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ
ന്യൂട്രൽ എക്സ്ട്രീം സെറ്റപ്പ് ആയതുകൊണ്ട് ടാർഗറ്റ് എയിം ചെയ്യുന്നത് 58,000 ഭാഗത്തേക്ക് ബാക്കറ്റിൽ എയിം ചെയ്യുന്നു. ആകെപ്പാടെ ബാഡ് റിസൾട്ട് വന്ന HDFC മാത്രമാണ്. ബാക്കി എല്ലാത്തിനും നല്ലൊരു റിസൾട്ട് ആയതുകൊണ്ട് പൊതുവെ PSU ബാങ്ക്സിനും നല്ല പോസിറ്റീവ് റിസൾട്ട് വന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്കൊരു വീക്ക്നെസ് ഇല്ല. സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു ബെൽറ്റിന്റെ ഭാഗത്തേക്ക് എൻ്റർ ആകുന്ന ഓൾമോസ്റ്റ് പോസിബിലിറ്റി കഴിഞ്ഞു. ഇനി 56,000 പൊട്ടണമെങ്കിൽ മാത്രം ഞാൻ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് എടുക്കും. ആ സെല്ലിംഗ് ഈ 55,470 വരെയുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സ് ടു മാക്സ് ഞാൻ പ്രതീക്ഷിക്കുന്ന 55,470 55,000. ഇനി എന്തെങ്കിലും സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരികയാണെങ്കിൽ മാത്രം 55,000 താഴെ ബാങ്ക് നിഫ്റ്റി ഞാൻ പ്രതീക്ഷിക്കില്ല, മുമ്പിന് വരില്ല. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ബാങ്ക് നിഫ്റ്റി ഓൾറെഡി നിഫ്റ്റിയെക്കാട്ടും കൂടുതൽ ഡൗൺ ആയിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള. എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട. കാരണം ട്രേഡബിൾ ആക്ഷൻ പ്ലാന് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ പോസിബിൾ ആണ്. കാരണം ബേസ്ഡ് ഓൺ ന്യൂട്രൽ എക്സ്ട്രീം ട്രേഡ് സെറ്റപ്പ്. ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്ക് മിഡ് ക്യാപ്പിനെ നോക്കാം. മിഡ് ക്യാപ്പിന്റെ ഒരു ഓവറോൾ വോളിയം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാണ്ടല്ലോ, ചാർട്ട് വരെ മിഡ് ക്യാപ്പ് കൊടുക്കുമ്പോൾ വോളിയം കൊല്ല കുറവാണ്. മിഡ് ക്യാപ്പിൽ അങ്ങനെ വലിയ വോളിയം ഒന്നും ഇല്ല. നിങ്ങൾ നോക്ക്, ഡേ ക്യാൻഡിലെ വോളിയൊക്കെ വളരെ കുറവാണ് മിഡ് ക്യാപ്പിൽ. അതുമല്ല, വോളിയം ഡേറ്റ മിഡ് ക്യാപ്പിൽ കിട്ടുന്ന ഡേറ്റയും തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ മിഡ് ക്യാപ്പിൽ എടുക്കാത്തത്. മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിന് എന്താണ്, നമ്മളൊരു റേഞ്ച് പൊട്ടാൻ ശ്രമിച്ചു, അതിനകത്ത് കിടന്ന് കളിച്ചു, തിരിച്ച് വീണ് താഴേക്ക് ഇറങ്ങി. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ഒരു മിഡ് ക്യാപ്പ് പ്യൂർലി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് നിഫ്റ്റിയെ പോലെ തന്നെ. സോ പക്ഷെ അവനും കൃത്യമായി ഞാൻ പറയണമെങ്കിൽ അവൻ കണ്ട നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, 29th ജൂൺ തൊട്ട് ഇത് റേഞ്ചാണ്. സോ മിഡ് ക്യാപ്പിൽ ഞാൻ അങ്ങനെ ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ ഒന്നും ഇല്ല. 14,400 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും 14,800 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. 14,400 പൊട്ടുകയാണെങ്കിൽ 14,000 ഭാഗത്തേക്കും, 13,900 ഭാഗത്തേക്കും. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 14,400 മുകളിൽ 14,800 ഭാഗത്തേക്കും, 14,400 താഴെ 13,900 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ആണ്. അപ്പൊ ഇത് 14,400 എന്ന് പറഞ്ഞ ബ്രിം പോയിന്റിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ആക്ഷൻ പ്ലാൻ എടുക്കാം. ഫോർവേഡിൽ മുകളിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 14,800 ഭാഗത്തേക്ക് പോകും. 14,400 പൊട്ടി നിൽക്കുകയാണെങ്കിൽ 14,000 ഭാഗത്തേക്കും 3900 ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസ് മിഡ് ക്യാപ്പിൽ. ഈ ഒരു റേഞ്ച് ആക്ഷൻ പ്ലാൻ മാത്രമേ ആർക്കുള്ളൂ? മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ളൂ. ഇപ്പൊ മന്ത്ലി, ഇതിപ്പോ നമ്മളെ വീക്കിലി പ്രൊഫൈൽ അനാലിസിലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റൊന്ന് എക്സ്പയറി ആണ്. മന്ത്ലി മാർക്കറ്റ് എവിടെ ക്ലോസ് ആണ് നമുക്ക് നോക്കണം. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ജൂലൈ മാസത്തെ POC നിൽക്കുന്നത് 14,633 ഭാഗത്തേക്കാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ജൂൺ മാസത്തെ പ്രൊഫൈലിനകത്ത് നിൽക്കുന്നുണ്ട്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 14,570 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ 14,200 വരെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിൽ ആ ചാൻസ് ഇപ്പോഴും കിടപ്പുന്നുണ്ട്. പക്ഷെ ഒരു ഷോർട്ട് കവറിംഗ് റാലി വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 14,600 ഭാഗത്ത് എക്സ്പയറി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മന്ത്ലി പ്രൊഫൈലിന്റെ POCയും മന്ത്ലി പ്രൊഫൈലിന്റെ വോളിയം പ്രൊഫൈലിന്റെ POC നിൽക്കുന്നത് 14,600 ഭാഗത്തായതുകൊണ്ട് ഒരു ഷോർട്ട് കവറിംഗ് വരെയാണെങ്കിൽ ഈ 14,575 മുകളിൽ പോയി ഈ 600 ഭാഗത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ആണ് എനിക്ക് മിഡ് ക്യാപ്പിൽ പ്രതീക്ഷയുള്ള ഒരു എക്സ്പയറി പ്ലേ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പം കഴിഞ്ഞ 3 മാസം ഒരേ റേഞ്ച് ആയിട്ട് ഞാനിതൊന്ന് മാറ്റി വയ്ക്കാം. സോ ഇത് ജൂണ്, ഇത് ജൂലൈ. സോ ജൂലൈ മാസം ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ്, ഒരു ട്രെൻഡ് ഡൗൺ എന്ന രീതിയിലാണ് ജൂലൈ മാസത്തെ പ്രൊഫൈൽ ഇപ്പൊ നിൽക്കുന്നത്. സോ ഈ 58,000 ഭാഗത്തേക്ക് വന്ന് ക്ലോസ് ചെയ്യണത് എന്നെ സംബന്ധിച്ച് അത് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷയില്ല എന്നല്ല, വേണമെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ ഇല്ല, എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 56,900 ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് ഞാൻ 55,500 55,000 മാക്സിമം പറഞ്ഞത് ഈ റേഞ്ച് ആണ്. കഴിഞ്ഞതിന്റെ മെയ് മാസത്തിന്റെ വാല്യൂ ഏരിയ ഹൈ വരെ നിൽക്കുന്നത് 55,223 ആണ്. മാക്സിമം ഞാൻ പോയ എത്ര വരെ പ്രതീക്ഷയുള്ളൂ? ഈ 55,000 വരെ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. സോ ഈ 56,800 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അപ് ടു 55,678 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിൽ പോസിബിൾ ആണ്. അത് ബാങ്ക് നിഫ്റ്റിക്ക് പോസിബിൾ ആണ്. കാരണം ഈ വീക്ക് ഒരു ഡൗൺവേർഡ് വീക്കാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി ഒരു ഡൗൺവേർഡ് വീക്കും അല്ല, ഒരു അപ്വേർഡ് വീക്കും അല്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം തൊട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 4 മാസമായിട്ട് യവൻ കടന്ന് 23,500-നും 24,400 ഇടയ്ക്ക് 23,500-നും 24,400-നും ഇടയ്ക്കുള്ള
900 പോയിന്റിലാണ് കഴിഞ്ഞ 4 മാസം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ നിഫ്റ്റി കിടന്ന് കളിച്ച്. ഇടയ്ക്ക് കുറച്ചൊരു ഡൗൺ ഉണ്ടെങ്കിൽ ഓവറാള് ഈ ഒരു 900 പോയിന്റ് കിടന്നാണ് നിഫ്റ്റി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തേലും മാർക്കറ്റ് ഒരു ബുള്ളിഷ് റാലി എന്ന് പറയണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് 24,400 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യാത്തോളം കാലം നമ്മൾ ഒരു ബുള്ളിഷ് മൊമെന്റിലോ ഒരു ന്യൂട്രൽ മൊമെന്റിലോ പോകുന്നില്ല. ഇവൻച്വലി വി ആർ എൻ എ ബെയറിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് അതിന്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞത് എത്രയാണ്? 21,800, 2,800 ആ ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. സോ 24,400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വീക്കിലിയുടെ ഒരു മന്ത്ലി സിംഗിൾ പ്രിന്റ് വിത്ത് മന്ത്ലി സിംഗിൾ പ്രിന്റ് POC 24,400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,300, 25,600 പോലെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. സ്റ്റിൽ എന്നെ സംബന്ധിച്ച് വേണമെങ്കിൽ റീടെസ്റ്റ് ഓഫ് ദി സിംഗിൾ വീക്ക് ഈ ഒരു വീക്കിലി മന്ത്ലി സിംഗിൾ പ്രിന്റ് ആയ 22,500 ഇപ്പോഴും ഞാൻ പ്രതീക്ഷയുണ്ട്. അപ്പൊ അതുകൊണ്ട് 24,400 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവൻച്വലി ഒരു ബെയറിഷ് മാർക്കറ്റ് തന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ ആ ബെയറിഷ് മാർക്കറ്റിന്റെ ടാർഗറ്റ് 22,500, 21,800, 2,800 ആയിരിക്കും. അതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു മന്ത്ലി പ്രൊഫൈല്. ഇനി ഈ മാസത്തെ മന്ത്ലി പ്രൊഫൈലിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ജൂലൈ മാസം നിൽക്കുന്നത് ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 23,960 കഴിഞ്ഞ മന്തിന്റെ വാല്യൂ POCക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം എങ്ങോട്ട് പോവാം? ഈ 24,186 എന്ന് പറഞ്ഞ മന്ത്ലി പ്രൊഫൈലിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ POCയുടെ ഭാഗത്തേക്ക് പോവാം. ഓളിയം പ്രൊഫൈലിന്റെ POC നിൽക്കുന്ന 23,973 ഭാഗത്താണ്. സോ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഐദർ നമുക്ക് വേണമെങ്കിൽ 24,000 ഭാഗത്ത് മാർക്കറ്റ് എക്സ്പയർ ചെയ്യാം, ഇല്ല എങ്കിൽ 24,200 ഭാഗത്ത് മാർക്കറ്റ് എക്സ്പയർ ചെയ്യാം. നാളെയും പ്രത്യേകിച്ച് നാളെ മാർക്കറ്റിലെ നാളത്തെ ഓളിയം എങ്ങനെ വരുന്നു, ഈ POC താഴേക്ക് പോകുന്നോ മുകളിലേക്ക് പോകുന്നോ ഡിഫൈൻ ചെയ്തായിരിക്കും നമ്മൾ എക്സ്പയറി പ്ലേ ചെയ്യുന്നത്. സോ അതാണ് പറഞ്ഞത്, എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി 24,000 ഭാഗത്തായിരിക്കും എബോ 24,000 ഓർ അതിന് എബോ ആയിരിക്കും നമ്മളെ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് ഉള്ളത്, പ്രൊവൈഡഡ് 23,630 പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. 23,630 പൊട്ടിയാൽ ഉറപ്പാണ് നല്ല രീതിയിൽ ഫില്ലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് 23,200, 23,000 ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസും ഓവറോൾ കൂടുതലാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നിങ്ങൾ വെക്കണമെങ്കിൽ നിഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്താൽ മതി. 24,400 മുകളിൽ നിൽക്കുന്നത്തോളം കാലം നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 24,400 നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് പുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കുക. അത് 24,600 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാൻ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പുട്ടെടുക്കുക. കൂടിപ്പോയി ഒരു 100 പോയിന്റ് നിങ്ങൾ റിസ്ക് എടുത്തോ, ബട്ട് ആ 100 പോയിന്റ് നിങ്ങൾക്ക് നല്ലൊരു റിവാർഡ് തരാനുള്ള ചാൻസ് ആയിരിക്കും മോസ്റ്റ് പ്രോഫിറ്റിൽ കാണുന്നത്. കേട്ടല്ലോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഇതാണ് എനിക്ക് ഈ വീക്കിലി റൗണ്ട് അപ്പിലും നെക്സ്റ്റ് വീക്കിൽ വരാവുന്ന മാർക്കറ്റ് മൂവ്മെന്റും ആൻഡ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറായിട്ടുള്ള എക്സ്പയറിയുടെ പ്ലേയും ഞാൻ ചെയ്യുന്നത്. ഈ ആഴ്ചയും എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വലിയൊരു ബിഗ്ഗസ്റ്റ് എക്സ്പയറി ഒന്നും ആവാനുള്ള ചാൻസ് കാണുന്നില്ല. മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നോർമൽ എക്സ്പയറി ആവാനുള്ള ചാൻസേ ഉള്ളൂ, പ്രൊവൈഡഡ് നോ ന്യൂസ് ഫ്രം വേൾഡ് ഓർ ഇന്ത്യൻ മാർക്കറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം തിരിയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് വളരെ ലോവർ വോളിയത്തിലൊരു എക്സ്പയറി ആയിരിക്കും വരാൻ പോകുന്നത്. അതാണ് മാർക്കറ്റിന്റെ സൈനും എനിക്ക് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആനന്ദ് സാറേ, നാസർ സാറേ, ക്ലിയർ ആയോ? അരുണേ, സിജോജ്, ഹലോ, പോയാ? യെസ് സർ, യെസ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ പുലി വരുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരു പുലിയും വന്നില്ല, എലിയും വന്നില്ല. സോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ പുലിയും ചിലപ്പോൾ ഒരു എലിയും വരും. കേട്ടോ? സോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ വർഷം ഫ്രം മാർച്ച് തൊട്ട് കഴിഞ്ഞ ഫെബ്രുവരി വരെ നിഫ്റ്റി 24,400-നും 26,600 ഇടയ്ക്കുള്ള 2000 പോയിന്റിലായിരുന്നു. ഈ കഴിഞ്ഞു പോയ ഏപ്രിൽ തൊട്ട് ഈ ഇപ്പൊ 4 മാസം വരെ നിഫ്റ്റി 22,500 അല്ല 23,400, 24,400 1000 പോയിന്റ് ബാലൻസ് ഫോം ചെയ്യണം. നിങ്ങൾ നോക്കി അറിയാം, മാർക്കറ്റ് ഒരു ബാലൻസ് കീപ്പ് ചെയ്താണ് ഇപ്പം പോകുന്നത്. സോ ആസ് ലോങ് ആസ് 23,400 പൊട്ടാതെ ഒരു ബേറിഷ് വ്യൂ എടുക്കണ്ട, 24,400 പൊട്ടാതെ ഒരു ബുള്ളിഷ് വ്യൂ എടുക്കണ്ട. മാർക്കറ്റ് ഈ ഒരു സിസ്റ്റമാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഈ ഒരു ലാർജ് റേഞ്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു
24,400 ഭാഗത്തെത്തുമ്പോൾ പുട്ടെടുക്കാം, 23,400 ഭാഗത്തെത്തുമ്പോൾ കോൾ എടുക്കാം. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് റേഞ്ചിൽ നമുക്കൊരു പ്ലേ ചെയ്യാം. ഒരു മാസത്തിൽ നമുക്ക് ആ ഭാഗത്തെത്തുമ്പോൾ ഇച്ചിരി നമുക്ക് സ്റ്റോപ്പ് അടിച്ചാലും നമുക്ക് ചെറിയ റിസ്ക് വരുള്ളൂ. പക്ഷേ മാർക്കറ്റ് ആസ് ലോങ് ആസ് ദിസ് റേഞ്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി ട്രേഡ് ആയിട്ട് പോവുള്ളൂ ഇവൻച്വലി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐഡന്റിഫൈയിങ് ദ റേഞ്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആ റേഞ്ച് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചറിനെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ ഈ 24,400 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ഒരു മന്ത്ലി ക്ലോസിംഗ് വരാത്തത്തോളം കാലം ഞാൻ ബുള്ളിഷ് മൂവ്മെന്റ് വയ്ക്കുന്നില്ല. അങ്ങനെ നമുക്ക് നോക്കാം ഈ മന്ത്ലി ക്ലോസിംഗ് വരാൻ വേണ്ടി എത്ര ദിവസമാണ് നിഫ്റ്റിയിൽ? 27, 28, ഈ വെള്ളിയാഴ്ച വരെ കിടപ്പുണ്ട്, ഫ്രൈഡേ. ഈ 31-ാം തീയതി വരെ നമുക്ക് വാച്ച് ചെയ്യാം. കാരണം 22-ാം തീയതി മാർക്കറ്റ് എക്സ്പയറി കഴിയാണ്, മന്ത്ലി എക്സ്പയറി. അത് കഴിഞ്ഞ് 29-ാം തീയതി പുതിയ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ആ കോൺട്രാക്ട് എങ്കിലും മാർക്കറ്റിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 31-ന് മുമ്പ് എന്താക്കുക, ഈ 24,400 മുകളിൽ ക്ലോസ് ചെയ്ത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാം? നമ്മൾ ആ വ്യൂ മാറ്റി നമുക്ക് എത്ര ആക്കി മാറ്റാം? 25,600 ഭാഗത്തേക്ക് എക്സ്പയർ ചെയ്യാം. ഇല്ല, ഈ മന്ത് നമ്മൾ 24,400 താഴെ നിങ്ങൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ എഴുതി വെച്ചുതരാം. ടൈം ഫ്രെയിം പറയുന്നില്ല. നിഫ്റ്റി 21,800 അടിക്കും, വേണമെങ്കിൽ അതിന് താഴെ 20,800 വരും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് ഈ റേഞ്ച് പ്ലേ ഐഡന്റിഫൈ, അതിന് മന്ത്ലി പ്രൊഫൈൽ നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞു, ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എപ്പോഴും നോക്കേണ്ടത് ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ലോവർ ടൈം ഫ്രെയിമിലേക്ക് വേണം. ട്രെൻഡ് ചേഞ്ച് ആദ്യം വരുന്നത് ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും. പക്ഷേ സ്ട്രക്ചർ ഫോം ചെയ്യണത് എങ്ങനെയാണ്? മന്ത്ലി ടു വീക്ക്ലി, വീക്ക്ലി ടു ഡെയിലി, അങ്ങനെയാണ് സ്ട്രക്ചർ ഫോം ചെയ്യണത്. പറഞ്ഞ ക്ലിയർ ആയോ? സോ ഒരു മന്ത്ലി പ്രൊഫൈൽ എപ്പോഴും മാർക്കറ്റ് ലാർജർ ടൈം ഫ്രെയിം, അതാണ് നമ്മൾ വൺ ടൈം ഫ്രെയിം പ്ലേയേഴ്സ് അല്ലെങ്കിൽ അതർ ടൈം ഫ്രെയിം പ്ലേ, OTF എന്നൊരു വാക്കുണ്ടല്ലോ മാർക്കറ്റ് പ്രൊഫൈല്. ഈ ലാർജർ ടൈം ഫ്രെയിം LTF എന്ന് പറയും. ലാർജർ ടൈം ഫ്രെയിം പ്ലേയേഴ്സ് എപ്പോഴും ബിൽഡ് ചെയ്യുന്നത്, അതായത് മാർക്കറ്റ് ഈ FIS, FPIS അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഈ പ്രോസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് മാർക്കറ്റ് കൊണ്ടുപോകുന്നത്. അതായത് നമ്മളെപ്പോലെ ആൾക്കാർക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല യൂഷ്വലി. അപ്പം ലാർജർ ടൈം ഫ്രെയിം പ്ലേയേഴ്സ് എന്താണോ മനസ്സിൽ കണ്ടേക്കുന്നത്, എന്താണ് അവർ പൊസിഷൻ ബിൽഡ് ചെയ്യുന്നത്, ആ ഒരു സെറ്റപ്പിലായിരിക്കും മാർക്കറ്റ് ഇവഞ്ച്വലി മൂവ് ചെയ്യുന്നത്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും. പക്ഷെ ഇവഞ്ച്വലി മാർക്കറ്റ് കറങ്ങി തിരിച്ചെത്തും. പറയില്ലേ, ഇപ്പൊ എത്ര വഴക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും തിരിച്ച് വീട്ടിൽ തന്നെ വരണമല്ലോ ആഹാരം കഴിക്കാൻ, ആണല്ലോ, പൈസ ഇല്ലെങ്കിൽ വരൂലേ. സോ നമ്മളെ വീടെന്ന് പറഞ്ഞൊരു ഭാഗം പോലെയാണ് ലാർജർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞ കാര്യത്തിൽ അനലൈസ് ചെയ്യേണ്ടത്. എപ്പോഴും ലാർജർ ടൈം ഫ്രെയിം എങ്ങനെയാണോ മാർക്കറ്റ് പ്ലേ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും മാർക്കറ്റ് എങ്ങനെ പോയാലും കറങ്ങി തിരിച്ച് അവിടെ തന്നെ വന്ന് കപ്പടിക്കാൻ വന്ന് നിൽക്കും. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. അതാണ് സ്ട്രക്ചർ. സോ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ലാർജർ ടൈം ഫ്രെയിമിന്റെ പ്ലേ സിസ്റ്റം എപ്പോഴും കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അത് ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിലും മീഡിയം ടൈമിലും നിങ്ങളെ വ്യൂ എടുക്കുക. ഷോർട്ട് ടൈം വ്യൂ, ഇൻട്രാഡേ വ്യൂ, ഇൻട്രാഡേ വ്യൂ ഒരിക്കലും നമ്മൾ കാലത്തെ ഇൻട്രാഡേക്ക് ഒരു പൊസിഷൻ എടുത്താൽ ആ ഇൻട്രാഡേ വ്യൂ തെറ്റിക്കണ്ട. അത് ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ എക്സിറ്റ് ചെയ്യുക. ഒരു ലാർജർ ടൈം ഫ്രെയിമിന്റെ പ്ലേയിങ്ങിൽ സ്റ്റോപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു കാണണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് 24,400 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ എന്റെ ടാർഗറ്റ് താഴേക്കാണ്. ഞാൻ 24,400 ഞാൻ അടുത്ത മാസം ഞാൻ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ 24,400 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ 24,400 ഡിസംബർ മാസം പൊട്ട് ഞാൻ വാങ്ങിച്ചു. ഞാൻ ടോട്ടൽ ഞാൻ ജസ്റ്റ് 2% ടോട്ടൽ ഫണ്ട് ഞാൻ കൊടുക്കും. ചിലപ്പോൾ 1 ലോട്ട് അയക്കാം, ചിലപ്പോൾ 10 ലോട്ട് അയക്കാം, 20 ലോട്ട് മാക്സിമം. അതിന് റിസ്ക് എനിക്കറിയാം. ആ റിസ്ക് എടുത്ത് ഞാൻ ഹോൾഡ് ചെയ്യും. പറഞ്ഞത് ക്ലിയർ ആയോ? അതിന് ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ 24,400 പൊട്ട് മേടിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 23,000 അല്ലെങ്കിൽ 22,000 നെക്സ്റ്റ് ഡിസംബറിലെ പൊട്ട് കാണുമല്ലോ, ആ പൊട്ട് നിങ്ങൾ റൈറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ നിങ്ങൾക്ക്? പറഞ്ഞ ക്ലിയർ ആയോ? നിങ്ങളെ ടാർഗറ്റ് എത്ര ആയിരിക്കണം? അപ്പൊ 24,400 താഴെ നിൽക്കുമ്പോൾ എന്റെ ടാർഗറ്റ് 22,500, 21,800. ഞാൻ എന്ത് ചെയ്യും? 24,400 പൊട്ട് ഡിസംബർ 24,500 ഡിസംബർ മാസം, ഈ മന്ത് ഡിസംബറിന്റെ പൊട്ട് വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് മാർച്ചിലെയോ അല്ലെങ്കിൽ 22,500 പൊട്ടങ്ങ് വിൽക്കും. അതായത് 22,000 പൊട്ടങ്ങ് വിൽക്കും. അറ്റ്ലീസ്റ്റ് എനിക്കൊരു 500 രൂപ എന്റെ ടോട്ടൽ നെറ്റ് വരും റിസ്ക്. അതിന്റെ പകുതി എനിക്ക് ലോസ് ഒന്നും കുഴപ്പമില്ല. ഒരു ലോട്ടിന് 13,000 റിസ്ക് എടുക്കുക. ഞാൻ പറയണോ, എനിക്ക് 1.5 ലക്ഷം റിസ്ക് എടുക്കാൻ ഫണ്ട് ഉണ്ട്. സോ യു ഡു വിത്ത് 10 ലോട്ട്. ഇങ്ങനെ വേണം നിങ്ങൾക്കൊരു പൊസിഷണൽ സെറ്റപ്പ്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ഈസ് ബേസ്ഡ് ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. ഇപ്പൊ ഇൻട്രാഡ ചെയ്യുന്നത് വേറെ, ഇതിനെ പ്രത്യേകം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചില സമയത്ത് ഇറ്റ് വിൽ റിവാർഡ് ചെയ്യും. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കൃത്യമായ സ്റ്റിപ്പുലേറ്റഡ് റിസ്ക് വെക്കണം. നിങ്ങൾ 24,600 മുകളിൽ നിഫ്റ്റി ക്ലോസിംഗ് വരുന്നുണ്ടോ, ഒരു വീക്ക് ബേസിസ് വരുന്നോ, അപ്പൊ എക്സിറ്റ് ചെയ്യുക. വീണ്ടും 24,400 വരുമ്പോൾ വീണ്ടും എൻട്രി ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ,
ആ ഒരു ഗൈഡ് ലൈൻ എപ്പോഴും വെക്കുക. എപ്പോഴും സ്പ്രെഡ് ആയിട്ട് പോവുക. ബുൾ സ്പ്രെഡോ ബേ സ്പ്രെഡോ. ഞാൻ പറഞ്ഞ ബേ സ്പ്രെഡ് ആണെങ്കിൽ ബുൾ സ്പ്രെഡ് പോവുക. ഇപ്പൊ 24,400 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ 25,600 ആണല്ലോ, അതൊരു ബുൾ സ്പ്രെഡ് എടുക്കുക. 24,400 താഴെ മാർക്കറ്റ് താഴേക്ക് ക്ലോസ് നിൽക്കുക, അല്ലെങ്കിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അവിടെ ബേ സ്പ്രെഡ് എടുക്കുക. സ്പ്രെഡ് പോർഷൻസ് ആക്കി ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ റായോ. ഞാനത് ട്രിഗർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയാം. അതിന്റെ റിസ്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കാം. ചില സമയത്ത് ഇറ്റ് വിൽ റിവാർഡ് വെരി വെരി ബിഗ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ 2 വർഷം 2024 തൊട്ട് 26 വരെ 2 വർഷമായിട്ട് നിഫ്റ്റിയിലെ റേഞ്ച് ലാർജ് റേഞ്ചിൽ പൊക്കോണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ്, ഓരോ വർഷവും കഴിഞ്ഞ വർഷം റേഞ്ച് പൊട്ടി ഈ വർഷം ഈ താഴേക്ക് റേഞ്ചായി. ഓരോ വർഷം റേഞ്ച് താഴേക്ക് ഫോം ചെയ്യുന്നത് ബെയറിഷിന്റെ ഒരു വ്യൂ ആണ്. അതായത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, മാർക്കറ്റ് ലോങ് ടൈം ബെയറിഷിലാണ് നിൽക്കുന്നത്. അൺലെസ് ഓർ അൺടിൽ വി ആർ നോട്ട് ക്രോസിംഗ് അബൌട്ട് 24,400 നമ്മൾ ലോങ് ടൈം ബെയറിഷിലാണ് നിൽക്കുന്ന മാർക്കറ്റ് കേട്ടാ. ഞാൻ പറയലറിയാ. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. എന്നെ സംബന്ധിച്ച് 2800 എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവല് നിഫ്റ്റിയിൽ എന്തായാലും വരും എന്ന് പറയുന്നത്. അതിന്റെ കാരണം അതാണ്. കാരണം അവിടെ നിന്നാണ് മാർക്കറ്റ് ഡ്രൈവ് ചെയ്ത് 26,000 വരെ മാർക്കറ്റ് പോയത്. സോ ബേസ് ഞാൻ പറയാം, കപ്പടിക്കാൻ തിരിച്ച് താഴേക്ക് വരുന്നല്ല, ആ ബേസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് സ്ട്രക്ചർ തട്ടണം. ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം, ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇവിടുന്ന് 24,400 മുകളിലും അതിന് മുകളിൽ 25,000 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യണം. ആദ്യം 24,400 മുകളിൽ ക്ലോസ് ചെയ്ത് നോക്കട്ടെ. ക്ലിയർ? ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം.